ഹല എന്തുട്ട് പരിപാടി. ഇന്ന് നമ്മളൊരു ചെമ്മീൻ ബിരിയാണിയാണ് കേട്ടോ ചെയ്യാൻ പോണത്. ചെമ്മീനൊക്കെ കഴുകി നല്ല ഫ്രഷ് ആക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ചെമ്മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിട്ട് അതിലേക്ക് മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പും ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാട്ടാ. മസാലകളെല്ലാം ഒന്ന് ചെമ്മീനിൽ തിരുമ്പിയിട്ട് ഒന്ന് മാറ്റി വെക്കാട്ടാ. ചെമ്മീനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. അപ്പേക്ക് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഗ്രേവിയിലേക്ക് ആവശ്യമുള്ള സബോള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, പൊടിക്കാത്ത മസാല, മല്ലിച്ചേപ്പ്, പുതിന ഒന്ന് എടുത്ത് വെക്കാട്ടാ. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് പേസ്റ്റ് ആക്കിക്കോളാം. ചീനിച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് എണ്ണ വെച്ചിട്ട് ചെമ്മീനൊന്ന് വറക്കാടാട്ടാ. വറുത്ത ചെമ്മീനൊന്ന് കോരി മാറ്റി വെക്കാട്ടാ. ചെമ്മീൻ വറുത്ത എണ്ണയിലേക്ക് പൊടിക്കാത്ത മസാലക്കൂട്ട് ഇട്ട് കൊടുക്കാട്ടാ. വേറെ എണ്ണ ഇല്ലാഞ്ഞിട്ടല്ല ഏട്ടാ, ചെമ്മീൻ വറുത്ത എണ്ണയിലാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതൊന്ന് മൂത്ത് കഴിഞ്ഞാൽ അതിലേക്ക് സബോള ഇട്ടൊന്ന് വയറ്റാം. സബോള വേഗം വാടാൻ വേണ്ടിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. നമ്മുടെ വീട്ടിലുണ്ടായത് തന്നെയാണ് കേട്ടാ. വാടി വന്ന സബോളയ്ക്ക് കുറച്ച് മഞ്ഞപ്പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, ബാക്കി ബിരിയാണി മസാല ഇട്ട് കൊടുക്കാം. വാടിയ സബോളയും മസാലക്കൂട്ടും കൂടിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അത് നന്നായിട്ട് വാടി കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കാട്ടാ. തക്കാളി ആ മസാലയിലൊന്ന് വാട്ടിയെടുക്കണം. വാട്ടിയ മസാലയ്ക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അധികം പുളിയിലെടുത്ത തൈര് നമുക്ക് 2 സ്പൂൺ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മസാലക്കൂട്ടും തൈരും നന്നായിട്ടൊന്ന് ചേർത്ത് ഇളക്കി കൊടുക്കാം. അതിലേക്ക് നമ്മൾ കുട്ടപ്പനായി വറുത്തു കോരി വെച്ചിട്ടുണ്ടായിരുന്ന ചെമ്മീനാണ് ഇടാം. മസാല ചെമ്മീനിൽ പിടിക്കണവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ നമ്മുടെ ഗ്രേവിയുടെ പരിപാടി കഴിഞ്ഞുട്ടാ. ഇനി റൈസിന്റെ പരിപാടിക്ക് കിടക്കാം. നമ്മളിവിടെ ചെറിയ അരിയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഒരു പാത്രം അരിക്ക് 1.5 പാത്രം വെള്ളം, അതാണ് കണക്ക്. കുക്കറിലാണ് നമ്മൾ വെക്കണത്. കുക്കറിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് പൊടിക്കാത്ത മസാലക്കൂട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് സബോള മൂപ്പിക്കാടാം. സബോള കരിയാണ്ട് മൂപ്പിക്കണം. സബോള മൂത്ത് കഴിഞ്ഞാൽ അതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള അരി ഇടാട്ടാ. അരി ആ കുക്കറിലിട്ട് തന്നെ നന്നായിട്ടൊന്ന് വറക്കണം. ചോറ് വേവുമ്പോ പൊട്ടി വിരിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. നേരത്തെ പറഞ്ഞ അളവിൽ കുക്കറിൽ വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കാം. ഉപ്പിട്ട് കൊടുക്കാൻ പറയാൻ മറന്നുട്ടാ. ഉപ്പിട്ടിട്ട് ആ സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കിക്കോളൂ. കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തോ. കുറച്ച് ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കണം കേട്ടാ. വെന്ത് വരുമ്പോ ചോറുകൾ തമ്മിൽ ഒട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കണത്. ഇനി ഒന്ന് വേവിച്ചെടുക്കാം. കുക്കറിൽ ഒരു 2 വിസിലടിച്ചാൽ നമുക്ക് തുറക്കാട്ടാ. ഇനി നമുക്ക് ദമ്മിടുന്ന പരിപാടിയിലേക്ക് കിടക്കാം. പാത്രത്തിലേക്ക് ഗ്രേവി ഇട്ടിട്ട് അതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാട്ടാ. പാത്രത്തിലേക്ക് റൈസ് ഇട്ടിട്ട് കളറിന് കുറച്ച് പാലില് മഞ്ഞപ്പൊടി കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. അതിന്റെ മേലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാട്ടാ. റൈസിന്റെ മേലേക്ക് മല്ലിച്ചേപ്പും പുതിന അരിഞ്ഞത് ഇട്ട് കൊടുത്തോളൂട്ടാ. സ്മെല്ലിന് വേണ്ടിയിട്ട് കുറച്ച് ബിരിയാണി മസാല ഇട്ട് കൊടുക്കണം. ബിരിയാണി ഉണ്ടാക്കിയ ആള് പറഞ്ഞിട്ട് ആളുടെ പേര് ഇവിടെ പറയരുത്. അതുകൊണ്ട് മഞ്ജിമാമിയുടെ പേര് ഞാൻ പറയണില്ലാട്ടാ. എന്തായാലും സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടാ. അതും പോരാതെ ഇതൊരു തലശ്ശേരി റെസിപ്പിയാണ്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.